ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ പറഞ്ഞാൽ ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. അതിൻ്റെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടതാണ്. ഇതിനകത്തിൽ മൊത്തം നോട്ടും കൂടെ കേട്ടോ. ഈ ചാപ്റ്ററിനകത്തിലെ ലെറ്റേഴ്സസ് വരെ ഉള്ള മൊത്തവും നോട്ടുകളും നമ്മൾ ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. പാഠത്തിൻ്റെ പേര് ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകം എന്നാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു പടം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ. ഓരോ ജോഡിയിലും നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? എന്തൊക്കെയാണ് നിങ്ങളവിടെ? ജാഗറിയെ നമ്മൾ പൊടിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ക്രംബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ജാഗറി എന്ന് വെച്ചാൽ ശർക്കരയാണ്. ശർക്കരയെ നമ്മൾ അവിടെ പടം കൊടുത്തേക്കുന്നതാണ്. അതിനെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ, പൊടിക്കുന്നു. ബീനിൻ്റെ സീഡ് എന്ന് വെച്ചാൽ പയറ് വിത്ത് കേട്ടോ. പയറ് വിത്ത് അവിടെ എന്താണ്? ജെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പ്രോട്ട് ഔട്ട് എന്ന് വെച്ചാൽ വിത്ത് കിളിച്ച് നിൽക്കത്തില്ലേ, അതാണ് പയറ് വിത്ത് അവിടെ മുളയ്ക്കുന്നു. ജെർമിനേറ്റ് എന്ന് വെച്ചാൽ മുളയ്ക്കുക എന്നാണ് കേട്ടോ. ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്, മേഘങ്ങൾ അവിടെ എന്തായിട്ട് മാറുന്നു? മഴയായിട്ട് പെയ്യുന്നു. ഇതെല്ലാം എന്താണെന്നാ പറയുന്നത്? മാറ്റങ്ങളാണ് അല്ലേ. നമുക്കതിനെ മാറ്റിയെടുക്കാം എന്നാണ്. ഇപ്പോൾ ശർക്കര എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പൊടിച്ചു മാറ്റാം അല്ലേ. സീഡ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കിളിച്ച് വരുന്നുണ്ട്, അത് മുളയ്ക്കുന്നുണ്ട്. ക്ലൗഡ്സ് നിന്ന് കഴിഞ്ഞാൽ എന്താ? കുറച്ച് നേരം കഴിയുമ്പോൾ അത് മഴയായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം മാറ്റങ്ങളെക്കുറിച്ചാവും നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്നല്ലേ, മാറ്റങ്ങളുടെ ലോകമെന്നാണ്. അടുത്ത 2ാമത്തെ, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ടേ. ഇതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു മഴ പെയ്യുവാണ്, സീഡ്സുകളൊക്കെ കിളിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇത് മാത്രമാണോ? നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കിയിട്ടേ. കൂടുതൽ ഉദാഹരണങ്ങൾ ഇതുപോലെയുള്ള കണ്ടെത്തി എഴുതാനാണ്. മാംഗോ നോക്കൂ നിങ്ങളെ. മാങ്ങ എന്ത് ചെയ്യുന്നു? അതൊരു വിളയുന്നു അല്ലേ. ഒരു ചെറിയ കണ്ണിമാങ്ങ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി കൂടെ വലുതായിട്ട് അല്ലേ, വലുതായി അവസാനം അത് എന്ത് ചെയ്യുന്നു? പഴുക്കുന്നു. അതൊരു മാറ്റമല്ലേ അല്ലയോ. അതുപോലെ ഗീ നെയ്യിനെ നമുക്ക് എന്താക്കാം? ഉരുക്കിയെടുക്കാം. ഐസിനെ നമ്മൾ വാട്ടർ വെള്ളമാക്കാം. മിൽക്കിനെ നമുക്ക് കേടാക്കാം, പാല് തൈരാകുന്നു. ബഡ് അല്ലേ, ബഡ് എന്ന് വെച്ചാൽ മുട്ട, പൂവിൻ്റെ മുട്ട ഉണ്ടല്ലോ, മുട്ട ഇച്ചിരി കഴിയുമ്പോൾ എന്താണ്? അത് പൂവായിട്ട് മാറുന്നു. ഇതെല്ലാം മാറ്റങ്ങളാണ് കേട്ടോ. ഗിവ് 2 എക്സാമ്പിൾ ഓഫ് ചേഞ്ച്. നമ്മളിപ്പോൾ ഈ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. ഈ മാറ്റങ്ങൾ ഷേപ്പിലുണ്ടാകുന്ന, രൂപത്തിനുണ്ടാകുന്ന മാറ്റവും ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുപോലെ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുമുണ്ട് കേട്ടോ. 2 വിധമായിട്ട് മാറ്റങ്ങളാണ്. ചേഞ്ച് ഇൻ ഷേപ്പും ചേഞ്ച് ഇൻ സ്റ്റേറ്റും കേട്ടോ. അതിൻ്റെ രൂപത്തിനും മാറ്റം ഉണ്ടാകുന്നതുണ്ട്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2 എക്സാമ്പിൾ മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ 3 എണ്ണം അങ്ങ് എഴുതിയെടുക്കണേ. അടുത്ത 4ാമത്തെ, ചേഞ്ച് ഇൻ ഷേപ്പ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞ 2 എണ്ണം ഉണ്ടെന്ന്. എന്താ ഈ ചേഞ്ച് ഇൻ ഷേപ്പ്, രൂപമാറ്റം എന്ന് വെച്ചാൽ? എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്. അതായത് ഇപ്പം ഇതിവിടെ പറയാൻ കാര്യം, അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു പടം, ഈ പടങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ടെസ്റ്റിലെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുതുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ രൂപമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്. പ്ലാസ്റ്റിക് പൈപ്പിനെ നമ്മൾ ചൂടാക്കി, നോക്കിക്കേ, ചൂടാക്കി അവിടെ വലുതാക്കി. ഇവിടെ കണ്ടോ, ഇവിടെ ബൾജായിട്ട് ിരിക്കുന്നുണ്ടോ? ഒരുമാതിരി വീർത്ത് ഈ ചെറിയ പൈപ്പ് ഇതിനകത്തിലിട്ടപ്പോൾ അതാണ് എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിങ്. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി അതിനെ വലുതാക്കുന്നു. കട്ടിങ് വാട്ടർ മെലൺ, നോക്കിക്കേ, ആ തണ്ണിമത്തങ്ങയെ മുറിച്ച് നമ്മൾ ഏത് ഷേപ്പിലോട്ടാണ് മാറ്റിയേക്കുന്നത് നോക്കിയേ അല്ലേ. അതാണ് ഷേപ്പിൽ രൂപമാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എന്നാൽ ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ്, അവസ്ഥയിൽ മാറ്റമുണ്ട്. അതായത് വാട്ടർ ചേഞ്ച് ടു വാട്ടർ വേപ്പർ അല്ലേ. വെള്ളത്തിനെ വെള്ളം അടുപ്പേ വെച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കുഞ്ഞുങ്ങളെ, അതിൽ നിന്ന് നീരാവി പോകുന്നത് അല്ലേ, ആവി പോവാന്ന് നമ്മൾ പറയത്തില്ലേ, നീരാവി, വാട്ടർ വേപ്പർ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുരുകി വീഴുന്ന കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? മെഴുക് അല്ലേ, അത് ഉരുകി ഏത് ഷേപ്പിലാണ്? അത് പഴയ ഷേപ്പിലോ ആണോ? അല്ല, പുതിയ ഓരോ ഷേപ്പിലോട്ട് അത് മാറുന്നു. മെഴുക് ഉരുകുന്നു. ഇതെല്ലാം അവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് കേട്ടോ. മാറ്റങ്ങൾ ചേഞ്ച് ഇൻ ഷേപ്പിലുമുണ്ട്, ചേഞ്ച് ഇൻ സ്റ്റേറ്റിലുമുണ്ട്. ചേഞ്ച് ഇൻ ഷേപ്പ് എന്ന് വെച്ചാൽ രൂപങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. നമ്മളിപ്പോൾ ഒരു മാങ്ങയാണെങ്കിൽ എടുത്തിട്ട് അത് മുറിച്ച് ഏത് ഷേപ്പിലോട്ട് വേണേൽ മാറ്റാം. തണ്ണിമത്തങ്ങ എന്ത് വേണമെങ്കിലും ഷേപ്പ് മാറ്റിയെടുക്കാം അല്ലേ. അതാണ് ഫസ്റ്റ്. സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ വേറൊരു രീതിയിലോട്ട് മാറ്റുന്നു. വെള്ളത്തിനെ നമ്മൾ നീരാവിയാക്കുന്നു. മെഴുകിനെ ഉരുക്കി ബെൽറ്റാക്കും അല്ലേ, വാക്സിനെ ഉരുക്കി മെഴുകാക്കുന്നു. ജലത്തിൻ്റെ അവസ്ഥാ മാറ്റങ്ങൾ ഏതെല്ലാം? അത് ടെസ്റ്റിൽ തന്നെ ജലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജലത്തിന് 3 അവസ്ഥകളാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് എഴുതാഞ്ഞത് നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മനസ്സിലാക്കണേ. വാട്ടറിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ അത് ഐസായിട്ട് മാറും കേട്ടോ. വെള്ളത്തിനെ നമ്മൾ നല്ലപോലെ കൂൾ ചെയ്യുമ്പോൾ ഐസ് ഒരു സോളിഡാണ്. ഇനി വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ആയിട്ട് മാറുന്നു കേട്ടോ. അത് ലിക്വിഡായിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇത് ടെസ്റ്റിനകത്ത് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ നമുക്ക് വെള്ളത്തിനെ മാറ്റാം. മെൽറ്റ് ചെയ്യാം, ഇവാപ്പറേഷൻ ചെയ്യാം, ഫ്രീസിങ് ചെയ്യാം, കണ്ടൻസേഷൻ ചെയ്യാം, ബോയിലിംഗ്, ഇതെല്ലാം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ അത് മെൽറ്റിംഗ് ആണ്, ലിക്വിഡ് ടു ഗ്യാസ് ആണെങ്കിൽ അത് ഇവാപ്പറേഷൻ ആണ്, ലിക്വിഡ് ടു സോളിഡ് ഫ്രീസിങ്, ഗ്യാസ് ടു ലിക്വിഡ് കണ്ടൻസേഷൻ, ലിക്വിഡ് ടു ഗ്യാസ് ബോയിലിംഗ്. ഇതൊക്കെ ഒന്ന് റഫായിട്ടൊന്ന് പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റിലൊക്കെ പറഞ്ഞത്. അതാണ് ഇച്ചിരി സ്പീഡിൽ പോകും, നമുക്ക് മൊത്തം നോട്ട് എഴുതണ്ടേ. അപ്പോൾ 5-ാമത്തെ, പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ജലത്തിന്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ജലത്തിന്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. റൈറ്റ് ദ സിറ്റുവേഷൻസ് വെയർ നേച്ചർ ആൻഡ് അതർ ലിവിങ് ഓർഗാനിസം മേക്ക് യൂസ് ടു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ഒന്നാമത്തെ എന്താ, ഫോർമേഷൻ ഓഫ് റെയിൻ, മഴയുണ്ടാകുന്നു. മെൽറ്റിംഗ് ഓഫ് സ്നോ ആൻഡ് ഐസും മഞ്ഞും ഒക്കെ എന്ത് ചെയ്യുന്നു, ഉരുകി മാറുന്നു. ഇതൊക്കെ എന്താണ്, പ്രകൃതിയുമായിട്ടുള്ള അല്ലെ, പ്രകൃതിയുടെ കാര്യമാണ്, ജലത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനല്ലേ, നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ, വാട്ടറിനെ കൂൾ ചെയ്യുമ്പം ഐസായിട്ട് മാറും അല്ലേ. ഐസ് അതൊരു സോളിഡാണ്, ഇത് നല്ലപോലെ പഠിക്കണം. ജലം, വാട്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ അത് വാട്ടർ വേപ്പർ, നീരാവിയായിട്ട്, അതായത് ഗ്യാസ് ആയിട്ട് മാറും. ഇത് നല്ലപോലെ പഠിക്കണം കേട്ടോ. വെള്ളത്തിനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വെള്ളത്തിനെ തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. 6. അടുത്ത 7-ാമത്തത് കുഞ്ഞുങ്ങളെ, നമ്മുടെ ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. കൺസിഡർ ദ സിറ്റുവേഷൻസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത സന്ദർഭങ്ങൾ നിങ്ങളൊന്ന് നോക്കാനാ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ഇവിടെ നോക്കി, മേക്കിംഗ് വേരിയസ് ഷേപ്പ് യൂസിങ് ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. മേക്കിംഗ് ചെയർ യൂസിങ് വുഡ്, തടി ഉപയോഗിച്ച് നമ്മൾ കസേര ഉണ്ടാക്കുന്നു. കട്ടിംഗ് വാട്ടർമെലൻ ഇൻറ്റു പീസ്, തണ്ണിമത്തങ്ങയെ കഷ്ണങ്ങളാക്കുന്നു. കൺവേർട്ടിംഗ് വാട്ടർ ഇൻറ്റു ഐസ്, ജലം ഐസ് ആകുന്നു. എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്, പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു കേട്ടോ. ഇതൊക്കെ എന്താണ്, നമുക്ക് പല, ഇപ്പോൾ ക്ലേ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ക്ലേ, കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ക്ലേ ഉണ്ട് കേട്ടോ, നല്ലത്. അപ്പോൾ നമുക്ക് അതിനെ ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റും അല്ലേ. അതിനെ രൂപമാറ്റം വരുത്താൻ പറ്റും. മുമ്പ് നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഷേപ്പിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ തടി അല്ലേ, വലിയ അവിടെ പടം കൊടുത്തിരിക്കുന്ന ഉദ്ദേശിച്ചാൽ കേട്ടോ. അതുകൊണ്ട് ഈ തടിയെ നമ്മൾ എന്താ ഷേപ്പ് മാറ്റി ചെയറാക്കി മാറ്റിയേക്കുന്നുണ്ടോ, ഷേപ്പിന് മാറ്റം വരുത്തിയത് കണ്ടോ. സാധനം അത് തന്നെയാണ്, പക്ഷേ ഷേപ്പിൽ മാറ്റം വന്നു എന്നുവേ ഉള്ളൂ. കട്ടിംഗ് വാട്ടർമെലൻ, തണ്ണിമത്തങ്ങ കഷ്ണങ്ങളാക്കി, വെള്ളത്തിനെ ഐസാക്കി, പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി അതിനെ വലുതാക്കി. ഇതെല്ലാം എന്താണ്, ആകൃതി, വലിപ്പം, അവസ്ഥ എന്നീ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഈ ടെസ്റ്റിൽ തന്നിരിക്കുന്ന ആ പടമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഇനി നമ്മൾ മെഴുക് ഉരുകുന്നതിനെ കുറിച്ച്, വാക്സ് മെൽറ്റ്, അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. വാക്സ് ഉരുകുന്നതിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ. ടേക്ക് എ സ്മാൾ പീസ് ഓഫ് വാക്സ് ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ്. നിങ്ങൾ ഒരു സ്പൂണിൽ ഒരു ചെറിയ കഷ്ണം മെഴുകെടുത്ത്, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടല്ലോ, സ്പൂൺ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, അതിനകത്തിലോട്ട് നമ്മുടെ വീട്ടിലെല്ലാം മെഴുകുതിരി ഉണ്ട്. കുറച്ച് മെഴുകുതിരി എടുത്ത് പൊടിച്ചിട്ട് ആ സ്പൂണിനകത്തിലിട്ട് കൊടുക്കുക. എന്നിട്ടോ, വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് ദ വാക്സ്. മെഴുകിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്. മെഴുക് ചൂടാക്കുമ്പോഴേ, മെഴുകെടുത്ത് ചൂടാക്കുകയാണ്. ഈ ചൂടാക്കുമ്പോൾ മെഴുകിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, മെഴുക് പെതക്കെ ഉരുകി എന്തായിട്ട് മാറും കുഞ്ഞുങ്ങളെ, ആ സോളിഡ് വാക്സ് ചേഞ്ച് ഇൻറ്റു മോൾട്ടൺ വാക്സ്. കട്ടിയായിട്ടുള്ള ആ മെഴുകിനെ എന്ത് ചെയ്യുന്നു, ലിക്വിഡായിട്ട് മാറ്റുന്നു അല്ലേ. ഖരാവസ്ഥയിൽ നിന്നും അതിനെ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും മതി, മോൾട്ടൺ വാക്സ് അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ലിക്വിഡ് ദ്രാവക അവസ്ഥയിലോട്ട് അതിനെ മാറ്റുന്നു. അലോ ദ മോൾട്ടൺ വാക്സ് ടു കൂൾ ഫോർ എ വൈൽ. നൗ വാട്ട് ചേഞ്ച് ഈസ് ഒക്കേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ്. ഈ ഉരുകിയ മെഴുക് അങ്ങനെ ചൂടാക്കിയപ്പോൾ അത് ഉരുകി വെള്ളമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ സ്പൂൺ അനക്കുമ്പോൾ ആ വെള്ളം അനങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ഈ ഉരുകിയ മെഴുകി അല്പനേരം ഒന്ന് തണുക്കാൻ നമ്മളൊന്ന് നോക്കിയേ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയേ. അപ്പോൾ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്, ഈ മോൾട്ടൺ വാക്സ് അല്ലെങ്കിൽ ലിക്വിഡ് വാക്സ് ചേഞ്ച് ഇൻ ടു സോളിഡ് സ്റ്റേറ്റ്. അത് പെട്ടെന്ന് അങ്ങ് കട്ടിയായിട്ട് അല്ലേ ഖരാവസ്ഥയിലോട്ട് മാറുന്നു എന്നാണ്. അതൊക്കെ നമുക്ക് പറയാനറിയാം അല്ലേ, ഇതൊക്കെ നമുക്ക് കേട്ടാലും അറിയാം, പക്ഷേ എഴുതാൻ അറിയണം കേട്ടോ. ഇനി 6 ദ സോളിഡ് വാക്സ് ആൻഡ് ദ മോൾട്ടൺ വാക്സ് ദ സെയിം സബ്സ്റ്റൻസ്. ഖരാവസ്ഥയിലുള്ള മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമല്ലേ എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താ നിങ്ങളെ, ഖരാവസ്ഥയിലുള്ള മെഴുകും കട്ടിയുള്ള നമ്മൾ ആ ഉരുകിയതും അതിനെ ഉരുക്കി കഴിഞ്ഞിട്ടുള്ള മെഴുകും ഒക്കെ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ. അതെ, യെസ്, ദേ ആർ ദ സെയിം സബ്സ്റ്റൻസ്. അതെ, ഇതെല്ലാം ഒരേ പദാർത്ഥമാണ് കേട്ടോ. വാക്സ് മെൽറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെരിമെൻറ്റ് ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്താണെന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ.
കേട്ടോ. എട്ടാമത്തത് ഇനി അതിൻ്റെ ഒരെണ്ണവും കൂടെ അവർ പറയുന്നുണ്ട്. ഡിഡ് ദ ചേഞ്ച് ഇൻ വാക്സ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ്? ഡിഡ് ഇറ്റ് ബിക്കം എ ന്യൂ സബ്സ്റ്റൻസ് ഓൺ കൂളിങ്? ഇവിടെ മെഴുകിനുണ്ടായ മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടായോ? നമ്മൾ ആ മെഴുകിൽ ഉരുക്കി അത് മെഴുകു ചൂടാക്കിയപ്പോൾ അത് ഉരുകി ലിക്വിഡായിട്ടല്ലേ മോൾട്ടൺ വാക്സ് ആയിട്ട് മാറി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും കട്ടിയായിട്ട് മാറി അല്ലേ? ഇവിടെ ഈ മെഴുകിനുണ്ടായ മാറ്റങ്ങൾ വേറെ എന്തെങ്കിലും പുതിയ പദാർത്ഥം ഉണ്ടായോ നിങ്ങളെ? അത് തണുത്തപ്പോൾ എന്തെങ്കിലും പുതിയ പദാർത്ഥമായോ? ഇല്ല. മെഴുകിന് ഉരുകി വെള്ളമായെങ്കിലും അത് മെഴുക് തന്നെയാണ്. അത് പുതിയ ഒരു വസ്തു ഉണ്ടായിട്ടില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഓൺ കൂളിംഗ്. പുതിയ പദാർത്ഥം ഒന്നും ഉണ്ടായില്ല. തണുത്തപ്പോഴും പുതിയ പദാർത്ഥം ഒന്നും ഉണ്ടായില്ല എന്നതാണ് അർത്ഥം. നമ്മുടെ ടെസ്റ്റിനകത്തിലെ ചോദ്യമാണ് കംപ്ലീറ്റ് ചെയ്ത ടേബിൾ. ഐറ്റംസ് ഇനങ്ങൾ ഏതൊക്കെയാണ്? ചേഞ്ചസ് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? സ്റ്റേറ്റ്സ് അല്ലേ ഏതൊക്കെ അവസ്ഥയാണ് നോക്കിയേ. 1 കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്, മെഴുക് മുറിക്കുക. മെഴുക് മുറിക്കുമ്പോൾ അവിടുത്തെ ചേഞ്ചസ് എന്താണ്? മെഴുക് മുറിച്ചപ്പോൾ അതിനൊരു രൂപമാറ്റമുണ്ടായി, ഇൻ ഷേപ്പിന് മാറ്റം ഉണ്ടായി അല്ലേ? സോളിഡോ അത് കട്ടിയുള്ളതാ. മെഴുകല്ലേ, മെഴുകിന് കട്ടിയാണ് അല്ലേ? ഇനി ഹീറ്റിംഗ് വാക്സ് നമ്മൾ ചൂടാക്കിയപ്പോഴോ മെഴുക് ചൂടാക്കിയപ്പോഴോ അത് അവസ്ഥ എന്താണ്? ഓഫ് സ്റ്റേറ്റ് അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? മെഴുക് ചൂടാക്കുമ്പോൾ അവസ്ഥയിൽ മാറ്റമുണ്ട്. അവസ്ഥ മാറ്റമായിട്ട് ലിക്വിഡായിട്ട് മാറി കേട്ടോ. മനസ്സിലാക്കണേ. മെഴുകിനെ ചൂടാക്കിയപ്പോൾ അത് ലിക്വിഡായിട്ട് മാറി. ഇനി കൂളിംഗ് മോൾട്ടൺ വാക്സ്, ഇനി ഈ ഉരുകിയ മെഴുകിനെ തണുപ്പിച്ചാലോ? അപ്പോഴും അവസ്ഥ മാറി. ഏതാണ്? അത് ഖരമായിട്ട് മാറി അല്ലേ? സോളിഡായിട്ട് മാറി. കട്ടിയുള്ളതല്ലേ കുഞ്ഞുങ്ങളെ ഈ മെഴുകെന്ന് പറയുന്നത്, ക്യാൻഡിൽ അല്ലേ? ഈ മെഴുക് നമ്മൾ എന്ത് ചെയ്യുക? വാക്സ് അല്ലെങ്കിൽ മെഴുകിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വെള്ളമായിട്ട് മാറും. 2 മിനിറ്റ് കഴിയുമ്പോൾ അത് തണുക്കുമ്പോൾ വീണ്ടും അത് കട്ടിയായിട്ട് മാറും. ഈ കട്ടി എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് സോളിഡ് എന്ന് പറയുന്നത് കേട്ടോ. കട്ടിയുള്ളതാണ് സോളിഡ്, ഖരമായെന്ന കേട്ടോ. അടുത്ത ഈ ഖരം എന്ന് ഞാൻ പറയുമ്പോഴേ കട്ടിയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോൾ കല്ല്, പഞ്ചസാര ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കട്ടിയുള്ളതാണ് അല്ലേ? നമ്മൾ തൊട്ട് നോക്കിക്കുക, നല്ല കട്ടിയല്ലേ? അതാ ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം പോലിരിക്കുന്നത് കേട്ടോ. വെള്ളം പോലിരിക്കുന്നത്. അത് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, വാട്ടർ, അങ്ങനെയൊക്കെയുള്ള എല്ലാം ലിക്വിഡാണ് കേട്ടോ. ഒരു പദാർത്ഥത്തിന് അവസ്ഥാമാറ്റം സംഭവിക്കുമ്പോൾ താപോർജവുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് നല്ലൊരു ചോദ്യം കേട്ടോ. ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന് അവസ്ഥാമാറ്റം സംഭവിക്കുമ്പോൾ ഇപ്പം നമ്മൾ മെഴുകിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, അത് ഉരുകി വെള്ളമായിട്ട് മാറി അല്ലേ? താപോർജവുമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? താപോർജം, ഹീറ്റ് എനർജി നോക്കിയേ. വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് ഹീറ്റ് എനർജി? വെൻ ദ സബ്സ്റ്റൻസ് അണ്ടർഗോസ് എ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച്. ഇവിടെ ഹീറ്റ് എനർജി റിസീവ് ഓർ റിലീസ് ഡ്യൂറിങ് സ്റ്റേറ്റ് ചേഞ്ച്. താപോർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ അന്നേരം ചെയ്യുന്നു. താപോർജം ചൂടാക്കുകയല്ലേ? ചൂടിൻ്റെ എന്ത് പറഞ്ഞാലും അവിടെ താപോർജം ഓർത്തോണം കേട്ടോ. ഹീറ്റ് എനർജി, താപോർജം അത് സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, എന്തായിരിക്കും എന്നൊക്കെയല്ല. അടുത്ത നമ്മൾ ഈ ചൂടാക്കുന്നതിന് മുമ്പ് മെഴുക് ഏതവസ്ഥയിലാണ്? ഇതൊക്കെ വൺ വേർഡിൻ്റെ ചോദ്യം കേട്ടോ. ചൂടാക്കണമല്ലോ, മെഴുകിനെ നമ്മൾ ചൂടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് മെഴുക് ഏതവസ്ഥയിലായിരുന്നു? ഖരാവസ്ഥയിലായിരുന്നു കേട്ടോ. വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാക്സ് ബിഫോർ ഹീറ്റിംഗ്? സോളിഡ്. വാട്ട് ചേഞ്ച് ഒക്വേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്? ചൂടാക്കിയപ്പോൾ അവസ്ഥയിലുള്ള മാറ്റം എന്തായിരുന്നു? അത് ചൂടാക്കിയപ്പോൾ അത് ലിക്വിഡ് അല്ലേ, ദ്രാവക അവസ്ഥയിലോട്ട് മാറി. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഇറ്റ് ചേഞ്ച് ഓൺ ഹീറ്റിംഗ് ഫർദർ? കൂടുതൽ ചൂടാക്കിയപ്പോൾ ഏതവസ്ഥയിലേക്കാണ് മാറിയത്? ലിക്വിഡ് കേട്ടോ, ഗ്യാസ്, ദ്രാവകമായിട്ട് അതങ്ങ് മാറി. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ വേപ്പറൈസ്ഡ് വാക്സ് ചേഞ്ച് ഓൺ കൂളിങ്? അത് തണുത്തപ്പോൾ മെഴുക് ബാഷ്പ അവസ്ഥയിലായിട്ട് മാറി. ഖരം സോളിഡായിട്ടങ്ങ് അല്ലേ, ഖരം ആയിട്ടങ്ങ് മാറി. ചോദ്യം മനസ്സിലാക്കണേ. തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ഏതവസ്ഥയായി? തണുത്തപ്പോൾ വീണ്ടും അത് കട്ടിയായി, സോളിഡായി. ഡിഡ് ദ വാക്സ് ടേൺ ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് സ്റ്റേറ്റ് ചേഞ്ച്ഡ്? ഈ അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായിട്ട് വല്ലതും മാറിയോ? ഇല്ല, മെഴുകിന് ഒരു മാറ്റവും വന്നില്ല. ചൂടാക്കിയപ്പോൾ അത് വെള്ളമായിട്ട് ലിക്വിഡായിട്ട് മാറി, വീണ്ടും അത് തണുത്തപ്പോൾ മെഴുകായിട്ട് മാറി, വീണ്ടും ചൂടാക്കിയപ്പോൾ ലിക്വിഡ്. അങ്ങനെ ഒരു മാറ്റമുള്ളൂ, അല്ലാതെ പുതിയതായിട്ട് ഒരു വസ്തു അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. നോ. ഈസ് ദ ചേഞ്ച് ദാറ്റ് ഒക്വേർഡ് ടു ദ വാക്സ് പെർമനന്റ് ഓർ ടെമ്പററി? ഈ മെഴുകിനുണ്ടായ മാറ്റം ഒരു സ്ഥിരമായിട്ടാണോ അതോ താൽക്കാലികമാണോ? ടെമ്പററി ആട്ടോ, തൽക്കാലത്തേക്ക് മാത്രമാണ്. അതിനെ ഏത് ഷേപ്പ് വേണം നമുക്ക് വീണ്ടും മാറ്റാം, വീണ്ടും എടുക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് മാത്രം, താൽക്കാലികമായിട്ടാണ് കേട്ടോ. ആദ്യത്തെ 16 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ മെഴുകിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. മെഴുക്
അടുത്ത 17ാമത്തെ ചോദ്യം നമ്മൾ ഈ പഠിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? പ്രധാനപ്പെട്ട 2 ചേഞ്ചുകളാവും നിങ്ങളെ. ഒന്ന് ഫിസിക്കൽ ചേഞ്ചും 2 കെമിക്കൽ ചേഞ്ചും. അതായത് ഭൗതിക മാറ്റവും രാസമാറ്റവും. എന്താണ് ഈ ഭൗതിക മാറ്റം? ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ് ആർ കാൾഡ് ഫിസിക്കൽ ചേഞ്ച്. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കുമ്പോൾ ആ ഒരൊറ്റ വരി എഴുതിയാൽ മതി കേട്ടോ. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് അതിൻ്റെ ഷേപ്പ്, സൈസ്, സ്റ്റേറ്റ് ആർ കാൾഡ് ഫിസിക്കൽ ചേഞ്ചസ് കേട്ടോ. അതത്ര എഴുതിയാൽ മതി. എന്നാൽ എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ് ആൻഡ് ടിയറിംഗ് ദ ഫിസിക്കൽ ചേഞ്ച്. എക്സ്പാൻഡിങ് and melting, breaking and tearing are physical changes. No new substance are formed due to these physical change. No new substance are formed due to the physical change. അതുപോലെ some physical changes എനർജി ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ഇംഗ്ലീഷ് മീഡിയക്കാർ അതത്ര എഴുതി പഠിക്കണം വൃത്തിയായിട്ട്. അതായത് അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ എന്താണ് ഭൗതിക മാറ്റം? പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും, അതായത് നമ്മൾ മേളിൽ എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ഇതിൻ്റെ എല്ലാ അർത്ഥമാണ് നിങ്ങൾ ഈ താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. എക്സ്പാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? എന്താ? വികസിക്കുന്നത്, മെൽറ്റിംഗ് ഉരുകുന്നത്, ബ്രേക്കിംഗ് പൊട്ടുന്നത്, ടിയറിങ് കീറുന്നത്. ഇതൊക്കെ എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല കേട്ടോ. ഇനി ഉണ്ടാകുന്നതുണ്ട്, അത് കെമിക്കലാണ്. അതുകൊണ്ട് തിരിഞ്ഞു പോകരുത്. പുതിയ പദാർത്ഥം ഉണ്ടാകുകയാണെങ്കിൽ അത് കെമിക്കൽ ചേഞ്ചാണ്. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ചാണ് കേട്ടോ. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ കേട്ടോ, അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ പുറത്തു വിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ എപ്പോഴും എന്താണ്? ടെമ്പററിയാണ്, താൽക്കാലികമാണ്. ഇനി വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യതുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിലെ പ്ലാസ്റ്റിക് കപ്പ് പൊട്ടുന്നു, ബക്കറ്റ് പൊട്ടുന്നു ഇല്ലേ? ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു 2 എണ്ണം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ മേക്കിംഗ് ഡെക്കറേറ്റ് ഐറ്റംസ്, അലങ്കാര വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഗിവിങ് ദം ടു ദ ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട് അല്ലേ, ഇപ്പം അവർക്ക് കൊടുക്കുന്നു അല്ലേ. യൂസിങ് ദം ടു മേക്ക് യൂസ്ഫുൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ്. വീട്ടിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടുപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഈ 3 പോയിന്റ് പഠിക്കുക കേട്ടോ. അടുത്ത 19ാമത്തെ, അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, തുരുമ്പിച്ച ഇരുമ്പ്, പഴകിയതും ഉപയോഗശൂന്യവുമായ പിച്ചള, അലൂമിനിയം തുടങ്ങിയ വസ്തുക്കൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇതിന് 2 പരിഹാര മാർഗങ്ങൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അതിന് മുമ്പേ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് നിങ്ങളെ ടെസ്റ്റിൽ. ഇതാണ്ട് ഈ പഞ്ചസാര കേട്ടോ, പഞ്ചസാരയുടെ അല്ല, ഇത് വാക്സ്. നമ്മളൊരു ബോയിലിംഗ് ട്യൂബിനകത്തിൽ വാക്സ് ഇട്ടിട്ട് ചൂടാക്കുക. അതിൻ്റെ അടിഭാഗം നമ്മൾ എന്ത് ചെയ്യുക? കോട്ടൺ വെച്ചിട്ട് അടച്ചു വെക്കുക. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. നമ്മളത് പാർട്ട് 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. എക്സ്പെരിമെൻ്റ് എല്ലാം നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്നതിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ഒരുവിധം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ബ്ലോക്ക് ഓഫ് വാക്സ് കേട്ടോ, ഹീറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇതും ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ. അത് ഞാൻ എഴുതിയിട്ടില്ല, കാരണം ടെസ്റ്റ് ഓൾറെഡി ഞാൻ ഇത് വലുതായിട്ട് എഴുതിയിട്ടേക്കുന്നതുകൊണ്ട് ഞാനത് എഴുതിയെടുത്തിട്ടില്ല കേട്ടോ. കാരണം ഉണ്ടല്ലോ എക്സ്പെരിമെൻ്റ് ഞാൻ കുറച്ചേ, കാരണം ഓൾറെഡി എല്ലാം വൃത്തിയായിട്ട് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ പേപ്പറിലോട്ട് എഴുതിയോണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആ ടെസ്റ്റിലെ അതെല്ലാം അങ്ങനെയുള്ളതെല്ലാം പഠിക്കണം. ഇതെല്ലാം അഡീഷണൽ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ അയ്യത്ത് താണ്ട വലിച്ചെറിയാൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഈ സംഭവങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, വലിച്ചു വാരി എറിയുന്ന ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് 2 പരിഹാര മാർഗങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, 1 പുനർനിർമ്മാണവും 2 പുനരുപയോഗവുമാണ് കേട്ടോ. ഇതിനുള്ള പരിഹാര മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 റീസൈക്കിൾ ചെയ്യാവും നിങ്ങളെ, പുനർനിർമ്മിക്കുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക, പുനരുപയോഗം ചെയ്യുക എന്നതാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഐറ്റംസ്, ഓൾഡ് മെറ്റാലിക് ഒബ്ജക്റ്റ് ത്രോൺ എറൗണ്ട് കെയർലെസ്ലി കോസസ് മേജർ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസുകൾ. അതിന് സജസ്റ്റ് 2 മെത്തേഡ് ഈസ് പ്രൊട്ടക്റ്റ് എൻവിറോൺമെൻറ്റ് ഫ്രം ദീസ്. ഏതൊക്കെയാണ്? റീസൈക്ലിങ്ങും റീയൂസിങ്ങും, പുനർനിർമ്മാണവും പുനരുപയോഗവുമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എപ്രകാരമാണ്? പ്രൊട്ടക്റ്റ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് അല്ലേ. നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക അല്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വെൻ പ്ലാസ്റ്റിക് ബേൺസ് പോയിസണസ് ഗ്യാസസ് ഹാർംഫുൾ ടു ലിവിങ് ഓർഗാനിസം ആർ പ്രൊഡ്യൂസ്ഡ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
ഇനി റീയൂസിങ് ആൻഡ് റെഡ്യൂസിങ് പ്ലാസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് എവേ ഓർ ബേണിംഗ് ഈസ് ആൻ ആക്ട് ഓഫ് നേച്ചർ കൺസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. അടുത്തത് പ്രൊട്ടക്റ്റ് നേച്ചർ ബൈ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റങ്ങൾ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഈ 3 പോയിന്റും നല്ല വൃത്തിയായിട്ട് പഠിക്കണം. എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് നേച്ചർ, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം. അതിൻ്റെ മലയാളമാണിത്, ഇംഗ്ലീഷാണ് ഇത് കേട്ടോ. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ടെസ്റ്റ്. നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കൂടുതലും കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു പുനർനിർമ്മാണവും പുനരുപയോഗത്തെക്കുറിച്ച് പറഞ്ഞു. എന്ത് കുഞ്ഞുങ്ങളെ പുനർനിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈക്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റീസൈക്ലിംഗ് മീൻസ് കൺവേർട്ടിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു ന്യൂ യൂസ്ഫുൾ പ്രൊഡക്ട്സുകൾ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പുനർനിർമ്മാണം, അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മലയാളം. പുനർനിർമ്മാണം എന്നാൽ മാലിന്യ വസ്തുക്കളെ പുതിയതും ഉപയോഗപ്രദവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ്. എന്താണ്? മാലിന്യ വസ്തുക്കളെ പുതിയതും ഉപയോഗപ്രദവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നതാണ് റീസൈക്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ, പ്ലാസ്റ്റിക് പഴയതൊക്കെ ആണെങ്കിൽ മെയ്ഡ് ഇൻ ടു ന്യൂ പ്ലാസ്റ്റിക് ബക്കറ്റ് ആൻഡ് കണ്ടെയ്നറുകൾ, പുതിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളും പാത്രങ്ങളും ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പടത്തിൽ കണ്ടോ ഇതുണ്ടോ, പന്ന പ്ലാസ്റ്റിക് എല്ലാം കൊണ്ട് അവർ നമ്മുടെ അടുത്തുനിന്ന് പറക്കിക്കൊണ്ട് പോയിട്ട് പുതിയ പ്ലാസ്റ്റിക് പാത്രങ്ങളായിട്ട് വരുന്നത് കണ്ടോ, അതാണ്. പിന്നെ മെറ്റലിൻ്റെ സ്ക്രാപ്സുകൾ, മെറ്റൽ ലോഹങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയ നിലവിളക്കും അങ്ങനെ കിണ്ടി അങ്ങനെയുള്ളതെല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് പോകുമല്ലോ, അങ്ങനെയുള്ളതെല്ലാം വന്നിട്ടുണ്ട്. അതും പുതിയ പാത്രം, മെറ്റൽ സ്ക്രാപ്സ്, ലോഹ കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മെൽറ്റ്, അതിനെ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ആൻഡ് മെയ്ഡ് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ്, ഉരുക്കി എടുത്തിട്ട് അതിനെ പുതിയ പാത്രങ്ങൾ അവർ ഉണ്ടാക്കുന്നു. യൂസ്ഡ് പേപ്പർ, നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച പേപ്പറുകൾ അല്ലെ, ന്യൂസ് പേപ്പർ വരുത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുക അല്ലെ, മേടിക്കാൻ വരുന്നവർക്ക് കൊടുക്കുമ്പോൾ അവരതിനെ ടേൺഡ് ഇൻറ്റു പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്നു. പിന്നെ റീസൈക്ലിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് സേവ് നാച്ചുറൽ റിസോഴ്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആവും നിങ്ങളെ. റീസൈക്ലിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് സേവ് നാച്ചുറൽ റിസോഴ്സസ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് റീസൈക്കിളിനെ കുറിച്ച് പറയാമെങ്കിൽ. അപ്പോൾ റീയൂസ് എന്തുമായിരിക്കും? വീണ്ടും റീയൂസ് മീൻസ് യൂസിങ് ഓൾഡ് ഓർ അൺവാണ്ടഡ് ഐറ്റംസ് എഗെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഓൾഡ് ടയറുകളും ആർ യൂസ്ഡ് റീയൂസ്ഡ് ആസ് ഫ്ലവർ പോട്ടുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഓർ ട്രേസ് ക്യാൻ ബി റീയൂസ്ഡ് ആസ് പ്ലാന്റേഴ്സ് ഓർ സ്റ്റോറേജ്. അതിനിപ്പുറത്ത് പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ പൊട്ടിയ ടയറുകളും ഉണ്ടോ, അത് എൻ്റെ ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ, വീട്ടിലെ ട്രേകൾ, വീട്ടിൽ വരുന്ന പൊട്ടിയതും പറഞ്ഞതൊക്കെ ട്രേ ഒക്കെ വെച്ച് ചെടിയൊക്കെ നട്ട് വെച്ചേക്കുന്നുണ്ടോ കണ്ടോ. ഇതിനെ റീയൂസ് ചെയ്തേക്കുവാണ്, വീണ്ടും അതിനെ ഉപയോഗപ്പെടുത്തിയേക്കുവാണ് കേട്ടോ. പുനരുപയോഗം ചെയ്തിരിക്കുന്നത് കേട്ടോ. 22. ഇനി അതിൻ്റെ മലയാളം നോക്കി. എന്താണ് ഈ പുനരുപയോഗം? പഴകിയതോ ആവശ്യമില്ലാത്തതോ ആയ വസ്തുക്കൾ വ്യത്യസ്ത രീതിയിൽ വീണ്ടും ഉപയോഗിക്കുന്നതിനെയാണ് പുനരുപയോഗം എന്ന് പറയുന്നത്. പഴയ ടയറുകൾ, പൂച്ചട്ടികൾ, ഇതെല്ലാം പിന്നെ പൂന്തോട്ട അലങ്കാരങ്ങളായും വീണ്ടും അവരത് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ ട്രേകളോ നടീൽ വസ്തുക്കളോ ഒക്കെ ആയിട്ട് നമുക്കതിനെ വീണ്ടും നടീൽ വസ്തുക്കളായോ വീണ്ടും നമുക്കതിനെ ഉപയോഗിക്കാമെന്നാണ്. റീയൂസ് റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻസ് ആൻഡ് സേവ് എനർജി. റീയൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് വേസ്റ്റ് കുറയ്ക്കുന്നു, ആൻഡ് പൊല്യൂഷൻ അല്ലെ, മലിനീകരണം, ആൻഡ് സേവ് എനർജി. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻസ് ഓഫ് റീയൂസ്. അപ്പം റീസൈക്കിളിൻ്റെ ഉണ്ട് ഇമ്പോർട്ടൻസ് കേട്ടോ, അതൊന്നും ഒറ്റ വരിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റീയൂസും ഉണ്ട് കേട്ടോ. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് മോർ എക്സാമ്പിൾ. നമ്മളിപ്പോൾ പഠിക്കുന്ന മൊത്തം ഫിസിക്കൽ ചേഞ്ചിനെയാണ്. അതിന് കൂടുതൽ എക്സാമ്പിൾ നമ്മുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതായത് സിറ്റുവേഷൻ, സന്ദർഭം, ഫിസിക്കൽ. നോക്കിയേ, ഗ്രൈൻഡിങ് റൈസ്, അരി പൊടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യാന്നല്ല, അതിൻ്റെ വലിപ്പം കുറയ്ക്കുന്നു. ബിക്കം പൗഡേർഡ്, അതിനെ പൊടിയാക്കുന്നു. മെഴുകുരുകുന്നു. വാക്സ് മെൽറ്റ്, ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് അതിനെ മാറ്റുന്നു. ചേഞ്ച് ഫ്രം സോളിഡ് ടു മോൾട്ടൺ സ്റ്റേറ്റിലോട്ട്. വാട്ടർ ബോയിൽ, ജലം തിളപ്പിക്കുന്നു. ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ച് ഇൻടു വേപ്പർ സ്റ്റേറ്റ് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്, അത് എഴുതിയെടുക്കണം. ഇനി ഒരു എക്സ്പെരിമെൻ്റ് കൂടെ അടുത്ത പറയുന്നുണ്ടോ നിങ്ങൾ നോക്കിയേ. നമ്മൾ പേപ്പറിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയും ചെറിയൊരു കഷ്ണം പേപ്പർ അതിനെ കത്തിക്കുകയും ചെയ്യുക. കുറച്ച് പേപ്പർ കീറിയെടുത്ത് വെക്കുക. കുറച്ച് പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ കത്തിക്കുക.
കേട്ടോ. ഒരു പേപ്പർ എടുത്ത് കത്തിക്കുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. പേപ്പർ കട്ട് ഇൻറ്റു സ്മാൾ പീസസ്, 1 പീസ് ഈസ് ബേൺഡ്, കമ്പയർ ബോത്ത് പ്രോസസ്സ്. പുതിയ പദാർത്ഥം ഉണ്ടായത് ഏത് പ്രവർത്തനത്തിലാണ്? നമ്മൾ പേപ്പർ കുറച്ച് മുറിച്ച് വെച്ചതിലാണോ പുതിയൊരു വസ്തു ഉണ്ടായത്, അതോ പേപ്പർ കത്തിച്ചപ്പോഴാണോ പുതിയൊരു വസ്തു ഉണ്ടായത്? പേപ്പർ കത്തിച്ചപ്പോഴല്ലേ കുഞ്ഞുങ്ങളെ അവിടെ ഉണ്ടായത് അല്ലേ? അപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ട് പേപ്പർ കത്തിച്ചപ്പോഴാണ് എന്താ പുതിയ പദാർത്ഥം അവിടെ ഉണ്ടായത്. എന്താ അവിടെ കരി, ആഷ് എന്ന് പറയും. കരി ഇംഗ്ലീഷിൽ ആഷ് എന്നാണ് കേട്ടോ. കരി ഉണ്ടായി. ഒരു പേപ്പർ കത്തിച്ചപ്പോൾ അവിടെ ആഷ് അല്ലെങ്കിൽ കരി ഉണ്ടായി. പക്ഷെ പേപ്പർ കീറി വെച്ചപ്പോൾ എന്താ, ആ പേപ്പറിനെ ഒന്ന് കീറി നമ്മൾ എന്താ നുറുക്കി വെച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എന്താ, കത്തിച്ചപ്പോൾ ഒരു പുതിയ വസ്തു ഉണ്ടായി. പുതിയതായി ഉണ്ടായ പദാർത്ഥത്തിൽ നിന്നും പേപ്പറിനെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ? പുതിയതായിട്ട് നമ്മൾ കത്തിച്ചു അല്ലേ, പേപ്പറിനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ പിന്നീട് അതിനെ വീണ്ടും പേപ്പറാക്കാൻ പറ്റുമോ? നോ. ചോദ്യം നല്ലപോലെ കേൾക്കണം കേട്ടോ. പുതിയ പദാർത്ഥം ഉണ്ടാകാൻ പറ്റുന്നില്ല. ഇനി പേപ്പർ കീറി ചെറിയ കഷ്ണങ്ങളാക്കിയ പ്രവർത്തനം ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? പേപ്പർ കീറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൗതിക മാറ്റമാണ്. കാരണം എന്താ, അത് കീറി വെച്ചെന്നേ ഉള്ളൂ. അവിടെ പുതിയ വസ്തുക്കൾ ഉണ്ടായിട്ടില്ല. ഏതൊരു വസ്തുവും പുതിയത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫിസിക്കൽ പ്രോസസ്സാണ് കേട്ടോ. പുതിയ ഒരു മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആവും. നിങ്ങൾ എന്താണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്നാൽ എന്താണ്? When a chemical change occurs, the chemical properties of the substance change and a new substance are formed. Energy is usually absorbed or released when such a change occurs. Chemical change are a permanent change. മറ്റേതായിരുന്നു ഫിസിക്കൽ, ടെമ്പററി ചേഞ്ച് ആണ്. താൽക്കാലികം മാത്രമാണ് ഫിസിക്കൽ. പക്ഷെ പെർമനന്റ് നോക്കിയേ, എന്താണ് പെർമനന്റ് അല്ല, കെമിക്കൽ പെർമനന്റ് ചേഞ്ച് ആണ് കേട്ടോ. അപ്പോൾ 2 മാർക്കിന്റെ ചോദ്യമാണ് എന്താണ് കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്നാൽ എന്താണ്? രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകും, പുതിയൊരു പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ എന്താണ്? രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ വായിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെങ്കിൽ നോട്ടെങ്കിലും അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു ഇതെല്ലാം ഒരുപാട് നോട്ടുണ്ട്, ഒന്ന് കുറച്ച് തരാമോന്ന്. ഈ രക്ഷകർത്താക്കൾ ഇരുന്നിങ്ങനെ അടുത്തിരുന്ന് വായിച്ചു കൊടുക്കണം. കാരണം അവരെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. ഇത് ഈ കാണാതെ പഠിക്കുക എന്നുള്ളതിനകത്ത് വളരെ കുറച്ച്. ഇപ്പം കെമിക്കൽ ചേഞ്ച് എന്നാൽ എന്ത്, ഫിസിക്കൽ ചേഞ്ച് എന്നാൽ എന്ത്, ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ ഈ കാണാതെ പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് ഇപ്പം നമ്മൾ പേപ്പർ കത്തുന്നു, അത് ആഷ് കരിയായിട്ട് മാറുന്നു, അതൊരു പുതിയ സബ്സ്റ്റൻസ് ആണ്. ഇതൊക്കെ എന്ത് കാണാതെ പഠിക്കാൻ, കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തിൽ പകുതിയും കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു നോട്ട് കൂടുതലുണ്ട്, ഇതൊന്ന് കുറച്ച് തരാമോ എന്നൊക്കെ ഞാൻ കാണുന്നുണ്ടോ നിങ്ങളെ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തോ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എക്സ്പെരിമെൻറ്റും കേട്ടോ, ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളത് കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ടേക്ക് എ ലിറ്റിൽ ഷുഗർ ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ദ ലാമ്പ്. ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ലാമ്പ് ഒരു ചൂടാക്കുക. അതാണ് ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര, മുമ്പ് നമ്മൾ മെഴുകെടുത്തില്ലേ എന്ന് പറയുന്നതിൽ കുറച്ച് പഞ്ചസാര എടുത്ത് ചൂടാക്കുക. അതിനകത്തിൽ എന്തു ഈ കാണാതെ പഠിക്കാൻ? ഒരു സ്പൂണിൽ ഇച്ചിരി പഞ്ചസാര എടുത്ത് ചൂടാക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, അല്പം ചൂടാക്കുമ്പോൾ ചെറുതായിട്ടാണ് നമ്മൾ ചൂടാക്കിയതെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒരു മാറ്റവും ഇല്ല അല്ലേ. അത് നോ, കളറിൽ മാറ്റം വരുന്നില്ല, അത് ചെറുതായിട്ട് ഉരുകുന്നുണ്ട് അല്ലേ, മെൽറ്റ് ആവുന്നുണ്ട്. പിന്നെ ടേസ്റ്റിന് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല, കാരണം പഞ്ചസാര ചെറുകെ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. സോളിഡ് ടു ലിക്വിഡ് ആയിട്ട് അത് മാറുന്നുണ്ട് അല്ലേ. അത് സോളിഡ് എന്ന് വെച്ചാൽ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ചെറിയ രീതിയിൽ ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്നു എന്നേ ഉള്ളൂ ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ. എന്നാൽ ഷുഗർ ഈസ് ഹീറ്റഡ് അഗെയിൻ, നമ്മൾ ആ പഞ്ചസാരയെ വീണ്ടും ഒന്ന് ചൂടാക്കുക അല്ലേ. ചെറുതായിട്ട് ഉരുകിക്കൊണ്ട് വെള്ളമായിക്കൊണ്ടിരിക്കുന്നതിനെ വീണ്ടും നമ്മൾ ഉരുക്കിയാലോ, അപ്പോൾ അതിൻ്റെ കളറ് മാറും. ചെറിയ ലൈറ്റ് ബ്രൗൺ ആയിട്ട് മാറും, ചെറിയ ബ്രൗൺ കളറിലോട്ട് മാറും. അത് ലിക്വിഡാണ്. അതിന് ഒരുമാതിരി കയ്പ്പ് കേട്ടോ. പഞ്ചസാര നല്ലപോലെ ചൂടാക്കുമ്പോഴേ ചെറിയ കയ്പ്പ് വരും കേട്ടോ. കയ്പ്പ് രുചിയാണ്, ബിറ്റർ ടേസ്റ്റാണ്. അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്ത് പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടായി. ഇനി വീണ്ടും അതിനെ ചൂടാക്കുമോ നിങ്ങളെ? വീണ്ടും ലാമ്പിൻ്റെ ഇതിൽ വെച്ച് ചൂടാക്കുക. ഓൺ പ്രോലോങ്ഡ് ഹീറ്റിംഗ്, വീണ്ടും അതിനെ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ചൂടാക്കിയാൽ പഞ്ചസാര കറുപ്പ് കളറിലോട്ട് മാറും കേട്ടോ. ആദ്യം ബ്രൗൺ ആയിട്ട് മാറി, പിന്നെ അത് നല്ല കറുപ്പ് കളറിലോട്ട് ഇതങ്ങ് മാറും കേട്ടോ. എന്നിട്ടോ അത് സോളിഡ് ആവും, കട്ടിയാവും. നല്ലപോലെ കറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സോളിഡായി കട്ടിയായിട്ടുള്ള വസ്തുവായിട്ട് മാറി. ഭയങ്കര കയ്പായിരിക്കും അന്നേരം, ബിറ്റർ ടേസ്റ്റ് അല്ലേ. വളരെ ഒരുപാട് അല്ലേ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ന്യൂ സബ്സ്റ്റൻസ്, പുതിയൊരു ഫോം ഉണ്ടായി. അതായത് പഞ്ചസാര നല്ലതുപോലെ ചൂടാക്കുമ്പോൾ ഒരു പുതിയ സബ്സ്റ്റൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് അവിടെ കെമിക്കൽ ചേഞ്ച് ആണ് കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നത്. അത് പറയാൻ വേണ്ടിയാട്ടോ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊടുത്തത്. ഓക്കെ ആണോ?
അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ അത് എഴുതാനാ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭൗതിക മാറ്റം നോക്കിയേ. ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ച്. പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു അല്ലേ. പുതിയ പദാർത്ഥം പക്ഷെ അവിടെ ഉണ്ടാകുന്നില്ല. ഇത് ടെമ്പററി ചേഞ്ച് ആണ്, താൽക്കാലിക മാറ്റമാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണിത് അല്ലേ. ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ചേഞ്ച് ആണെങ്കിൽ ഇതിവിടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സബ്സ്റ്റൻസ് ആണ്. ഇവിടെ ഫിസിക്കലേ ഉള്ളെങ്കിൽ ഇവിടെ കെമിക്കലും കൂടിയുണ്ട്. ഈ ക്ലൂ അങ്ങ് പഠിച്ചാൽ ഒന്ന് പഠിക്കാമെങ്കിൽ നമുക്ക് രണ്ടും എഴുതാൻ പറ്റും. ഇവിടെ എന്താ ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു, ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. ഇവിടെ ടെമ്പററി ആണെങ്കിൽ ഇവിടെ പെർമനന്റ് ആണ്. ഒന്ന് പഠിക്കാമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആവും നിങ്ങൾ ഇത് കേട്ടോ. ഇത് നല്ലപോലെ പഠിക്കണം. ഈ 3 എണ്ണം നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. 27. ഓക്കെ, അടുത്ത നമ്മുടെ ടെസ്റ്റിലെയാണ് യൂസ്ഫുൾ ചേഞ്ച് ആൻഡ് നോട്ട് യൂസ്ഫുൾ ചേഞ്ച്. ഉപകാരപ്രദമായ രാസമാറ്റങ്ങളുമുണ്ട്, ഉപകാരപ്രദമല്ലാത്ത രാസമാറ്റങ്ങളുമുണ്ട്. നോക്കിക്കേ, ഒന്നാമത്തത് ഡൈജഷൻ ഓഫ് ഫുഡ്. ആഹാരം നമ്മുടെ ശരീരത്തിൽ ആഹാരം ദഹിക്കുന്നത് നമുക്കൊരു ഉപകാരമാണ് അല്ലേ. ദഹിച്ചില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുക്കിംഗ് ഫുഡ്, ആഹാരം വേവുന്നു. സോറിങ് ഓഫ് കേർഡ്, തൈര് പുളിക്കുന്നു. റിപ്പണിങ് ഓഫ് മാംഗോ, മാങ്ങ പഴുക്കുന്നു. ഡീകമ്പോസിഷൻ ഓഫ് ബയോവേസ്റ്റ്, ജൈവമാലിന്യങ്ങൾ ജീർണിക്കുന്നു. ഇതെല്ലാം എന്താണ്? നമുക്ക് ഉപകാരപ്രദമായ മാറ്റങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഉപകാരപ്രദമായ യൂസ്ഫുൾ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ച് ആണ്. എന്നാൽ ഉപകാരപ്രദമല്ലാത്തതുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്ത് നോക്കിക്കേ. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. നമ്മൾ അയ്യത്തൊക്കെ ഒരു ദിവസം കൊണ്ട് ഇരുമ്പ് കൊണ്ടിട്ടിട്ട് പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താവും നിങ്ങളെ അത് നിറച്ച് തുരുമ്പ് പിടിച്ചിരിക്കുന്നത് കാണാം. അത് നമുക്ക് ഉപകാരപ്രദമാണോ? അല്ല. ബേണിംഗ് ഓഫ് സ്പാർക്കിൾസ്, പൂത്തിരി കത്തുന്നത്, അത് നമുക്ക് ചെറുതായിട്ട് ഉപകാരമായില്ലയോ. പിന്നെ വെർഡിഗ്രീസ് ഓഫ് കോപ്പർ വെസൽസ്, ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്നത്. നല്ലപോലെ പാത്രം എത്ര കഴുകി നമ്മൾ ഉണക്കി എത്രയൊക്കെ വെച്ചാലും പിന്നെ എടുക്കുമ്പോൾ ക്ലാവിൻ്റെ ആ ഒരു സ്മെല്ല് കാണും അല്ലേ. വെർഡിഗ്രീസ് ഓഫ് ഓൺ കോപ്പർ വെസൽസ്. ഇനി കളർ ഷേപ്പ് ഓഫ് സ്ലൈസ്ഡ് ആപ്പിൾ. നമ്മൾ ആപ്പിൾ നല്ലപോലെ മുറിച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ കാണാം അവിടെ ഇങ്ങനെ ചെറിയ ചുവപ്പ് കളറിലോട്ട് മാറുന്ന കാണാം അല്ലേ. മുറിച്ച ആപ്പിളിൻ്റെ നിറം മാറുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് ഉപകാരപ്രദമല്ലാത്ത നോട്ട് യൂസ്ഫുൾ കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പം കെമിക്കലും നോട്ട് കെമിക്കലും ഉപയോഗപ്രദമാവുന്നതും ഉപയോഗപ്രദമല്ലാത്തതും തങ്ങളിലാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ. എന്താണ് ഈ റസ്റ്റ്? തുരുമ്പ് എന്നാൽ എന്താണ്? റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് ദ മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത് കേട്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ. നോക്കിയേ, ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. റസ്റ്റിംഗ് ഓഫ് അയൺ ഒബ്ജക്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഗ്രീസിങ് ദം വിത്ത് ഓയിൽ ഓർ ബൈ പെയിൻറ്റിങ്. നമ്മൾ അതിന് എന്ത് ചെയ്യാം? ഇത് ഓയിൽ പുരട്ടിയോ അല്ലെങ്കിൽ പെയിൻറ്റ് വല്ലതും തേച്ചോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നതിൽ നിന്നും നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ബൈ ഡൂയിങ് ദിസ് ദ കോണ്ടാക്ട് ഓഫ് അയൺ വിത്ത് എയർ ഈസ് പ്രിവെൻറ്റഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാകുന്നു. നമ്മൾ വെളിയിലിട്ട് കഴിഞ്ഞാൽ ഈ ഇരുമ്പ് ഓക്സിജൻ ഉണ്ടല്ലോ നിങ്ങളെ, വെളിയിലെ ഓക്സിജന് അതും ജലവുമായിട്ടൊക്കെ, ഇത് പറയാനെങ്കിൽ ഒരുപാടുണ്ട്. ഓക്സിജനും ജലവും ഒക്കെ കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഈ തുരുമ്പ് ഒക്കെ ആവുന്നത് കേട്ടോ. തുരുമ്പിനെ കുറിച്ചൊക്കെ ഒത്തിരിയും പഠിക്കാനുണ്ട്. നമുക്കത് വേണ്ട എന്താണെന്ന് മതി കേട്ടോ. ഓക്കെ, അടുത്ത spoilage of food items is due to the chemical changes caused by the actions of bacteria. What is usually done at home to prevent this? നമ്മൾ ഈ ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് നമുക്കറിയാം. ബാക്ടീരിയകൾ കൊണ്ടാണ് ആഹാരങ്ങൾ പെട്ടെന്ന് കേടുവരുന്നത്. ഇത് തടയാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം? സ്റ്റോറിങ്ങിനെ നമ്മളെടുത്ത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി ഉണ്ടെന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലേ. കെപ്റ്റ് ബൈ ഡ്രൈയിങ് അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുക. ആഡിങ് സാൾട്ട്, ഉപ്പ് പുരട്ടി വെക്കുക. ബോയിലിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ്, ചൂടാക്കി തിളപ്പിച്ചോ വെക്കുക. അച്ചാറിട്ട് വെക്കുക. ഇതൊക്കെ നമ്മൾ ആഹാര സാധനങ്ങൾ കേടുകൂടാതെ നമ്മൾ സൂക്ഷിക്കുന്നതാണ്. ഓക്കെ ആണോ? അടുത്ത, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് റസ്റ്റ്? നമ്മളിപ്പോൾ റസ്റ്റ് എന്താണെന്ന് പഠിച്ചല്ലോ. റസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? തുരുമ്പ്. തുരുമ്പിൻ്റെ കെമിക്കൽ നെയിം എന്താവും നിങ്ങളെ? രാസനാമം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്നാണ് കേട്ടോ. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്.
അതൊന്ന് 1 മാർക്കിന് പഠിച്ചു വെച്ചേക്കണേ. ഹൗ ഈസ് റസ്റ്റ് ഫോംഡ് ഓൺ അയൺ? മുമ്പ് നമ്മൾ ചോദിച്ചില്ലേ ഇരുമ്പ് തുരുമ്പിക്കുന്നത് എങ്ങനെയാണെന്ന്. റസ്റ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അയൺ വിത്ത് ദ മോയ്സ്ചർ ആൻഡ് ഓക്സിജൻ ഇൻ ദ എയർ. ഇരുമ്പ് നമ്മുടെ വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇരുമ്പൊക്കെ മുറ്റത്തിട്ടിട്ട് പിറ്റേന്ന് എന്ന് എടുക്കുമ്പോൾ തുരുമ്പാണ്. എന്തുകൊണ്ടാണ്? ഇരുമ്പ് നമ്മുടെ വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. 33. അടുത്ത 34. ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാൻ 2 മാർഗ്ഗങ്ങൾ പറയാൻ. എന്താ നമ്മൾ പറയുന്നത്? ഒന്നുകിൽ എണ്ണ പുരട്ടി വെക്കുക, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുക കേട്ടോ. സജസ്റ്റ് 2 മെത്തേഡ് ഓഫ് പ്രിവെന്റ് റസ്റ്റിംഗ് അയൺ. എന്താ? ഓയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുക. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് എഗ് ഷെല്ല്? മുട്ടത്തോടുണ്ടല്ലോ നിങ്ങളെ, നമ്മൾ മുട്ട കഴിക്കത്തില്ലേ, ഈ മുട്ടയുടെ തോടിൻ്റെ കെമിക്കൽ നെയിം എന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് എന്നാണ്. ഇനി എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കാൽസ്യം കാർബണേറ്റ്. വിനാഗിരി ഉണ്ടല്ലോ, വിനീഗർ, അത് അസറ്റിക് ആസിഡ് ആണ്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതോ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഈ 3 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം മുട്ടത്തോടിൽ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലേ? ഈ മുട്ടത്തോടിനകത്തിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ നെയിം അറിയണം. ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് നോക്കിക്കേ. സാമഗ്രികൾ: വിനാഗിരി, എഗ് ഷെല്ല്, ബേക്കിംഗ് സോഡ, ഗ്ലാസ്, സ്പൂണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ എടുക്കുക. എന്നിട്ട് ക്രഷ് ദ എഗ് സെൽ ഇൻ ടു സ്മാൾ പീസസ്. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ ദീസ്? നമ്മൾക്ക് ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ മുട്ട നല്ലപോലെ അതിൻ്റെ തോട് പൊട്ടിച്ച് ചെറു കഷ്ണങ്ങളാക്കുക. ഏത് തരം മാറ്റമാണ് അവിടെ ഉണ്ടായത്? മുട്ടത്തോടിനെ നമ്മൾ ഷേപ്പിൽ മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത് ഏത് മാറ്റം? ഫിസിക്കൽ ചേഞ്ച് ആണ്. കാരണം എന്താ? അവിടെ പുതിയ വസ്തു ഒന്നും ഉണ്ടായില്ല. ആ മുട്ടത്തോട് നമ്മളൊന്ന് പൊടിച്ചു വെച്ചു, അത്രയല്ലേ ഉള്ളൂ. അവിടെ ഒരു മാറ്റവും സംഭവിച്ചില്ല. പുട്ട് എ ഫ്യൂ പീസ് ഓഫ് എഗ് ഷെൽ ഇൻ എ ഗ്ലാസ്, പോർ വിനീഗർ ഇൻ ടു ഇറ്റ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ച്. അതായത് ഈ മുട്ടത്തോടിൻ്റെ ഏതാനും ചെറു കഷ്ണങ്ങൾ ഒരു ഗ്ലാസ്സിൽ, മുട്ടത്തോട് നല്ലപോലെ പൊടിച്ചതിന് ശേഷം അതിൻ്റെ കുറച്ചെടുത്തിട്ട് ഗ്ലാസ്സിൽ ഇടുക. അതിൽ വിനാഗിരി ഉപയോഗിച്ച് മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഈ മുട്ടത്തോട് നല്ലപോലെ ഗ്ലാസ്സിൽ പൊടിച്ചിട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്ന്. മനസ്സിലായോ? വിനാഗിരി ഒഴിച്ചിടും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞായിരുന്നു, കാൽസ്യം കാർബണേറ്റ് ആണ് എഗ് ഷെല്ലെന്ന് കാൽസ്യം കാർബണേറ്റ് ആണ് എഗ് ഷെല്ലെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അസറ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ് ആണെന്നും പറഞ്ഞു അല്ലയോ? അപ്പോൾ എന്തൊക്കെയായി മാറുന്നു? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എന്താ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്തെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കഴിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല. അതിനകത്തുള്ള ബബിൾസുകൾ രൂപം കൊള്ളും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഉണ്ടോ അവിടെ ബബിൾസുകൾ രൂപം കൊള്ളുമെന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കണേ. കാൽസ്യം കാർബണേറ്റ് എന്ന് വെച്ചാൽ എഗ് ഷെല്ലാണ്, അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ വിനീഗർ. അത് രണ്ടും കൂടി ഒഴിച്ചു വെച്ചപ്പോൾ അവിടെ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്? ബബിൾസുകൾ രൂപം കൊണ്ടു കേട്ടോ. പിന്നെയോ, ഇനി ഒരു ഗ്ലാസ്സിൽ മുട്ടത്തോട് പൊട്ടിച്ചിടുമ്പോൾ അതിൽ വിനാഗിരി ചേർക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത്, കാൽസ്യം അസറ്റൈറ്റും ജലം തുടങ്ങിയവയും ഉണ്ടാകുന്നു. അതായത് ഇവിടെ പുതിയ ഒരു വസ്തു ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇത് രാസമാറ്റമാണ് കേട്ടോ. മുട്ടത്തോടിൻ്റെ കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ബബിൾസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? കുമിള ഉണ്ടാകുന്നെങ്കിൽ വിചാരിച്ചു അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അത് മാത്രമാണോ? കാൽസ്യം അസറ്റൈറ്റും ജലം തുടങ്ങിയവയും അവിടെ ഉണ്ടാകുന്ന കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതേപോലെ തന്നെ അടുത്ത ചോദിച്ചിട്ടുണ്ട്, ടേക്ക് എ ലിറ്റിൽ വിനീഗർ ഇൻ എ ഗ്ലാസ് ആൻഡ് ആഡ് 1 സ്പൂൺ. വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻ ഇറ്റ്? നമ്മൾ ഒരു ഗ്ലാസ്സിൽ അല്പം വിനാഗിരി എടുക്കുക. ഒരു ഗ്ലാസ്സിനകത്തിലോട്ട് അല്പം വിനാഗിരി എടുക്കുക, അതിൽ 1 സ്പൂൺ അപ്പക്കാരം എടുത്തിടുക, ബേക്കിംഗ് സോഡ ഇടുക. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ്. എന്താ നിങ്ങളെ? വിനാഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് എന്താണ്? അത് ബേസ് ആണ്, സോഡിയം ബൈകാർബണേറ്റ്. അത് എന്താ? അസറ്റിക് ആസിഡുമാണ്, മറ്റേത് ബേസുമാണ്. ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തുമായിരിക്കും? അത് ന്യൂട്രലൈസേഷനായി മാറും കേട്ടോ. അത് നിർവീര്യമാക്കപ്പെടും. ഇവിടെ വിനാഗിരി അപ്പക്കാരവും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസേഷനാണ് കേട്ടോ. എന്തോ? അത് നിർവീര്യമാക്കപ്പെട്ടു. ആസിഡ് ബേസും കൂടി ചേർന്നാൽ ഇവിടുത്തെ ആസിഡ് എന്ന് വെച്ചാൽ അസറ്റിക് ആസിഡ് ആണ്, ഇവിടുത്തെ ബേസ് എന്ന് വെച്ചാൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇത് ചേർന്നപ്പോൾ അവിടെ എന്താണ്? സാൾട്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ സോഡിയം അസറ്റൈറ്റ് ഉണ്ടായി, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെയൊക്കെ ഉണ്ടായി. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അവിടെ കുമിളകൾ അല്ലെങ്കിൽ ബബിൾസുകൾ ഉണ്ടായി, അവിടെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. അതുകൊണ്ട് എന്താവും നിങ്ങളെ? അത് അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടായത് കേട്ടോ. അവിടെ എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ ഉണ്ടായത്. ഇനി അടുത്ത പൂത്തിരി കത്തുമ്പോൾ എന്നാണ് വെൻ എ സ്പാർക്ലർ ഈസ് ഇലിറ്റ്. ഈസിൻ്റെ ഇറ്റ് ഫാസിനേറ്റിംഗ്
ഫാസിനേറ്റിംഗ് ടു വിച്ച് എ ലൈറ്റ് ആൻഡ് സ്പാർക്കിൾ വാട്ട് ഈസ് ദ തിങ്സ് ദാറ്റ് അട്രാക്റ്റഡ് യു. പൂത്തിരി കത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്? പൂത്തിരി കത്തുമ്പോൾ അവിടെ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്, ലൈറ്റ് ഉണ്ടാകുന്നുണ്ട്, ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ശബ്ദം, പ്രകാശം, താപം എന്നിവ ഉണ്ടാകുന്നുണ്ട്. വിച്ച് ആർ ദ എനർജി ചേഞ്ച് ദാറ്റ് ഹാപ്പൻ വെൻ എ സ്പാർക്ലർ ഈസ് ഇറ്റ്. അതായത് പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റങ്ങൾ എന്തെല്ലാം ഏതാണ് നിങ്ങളെ? പൂത്തിരി അവിടെ കത്തുമ്പോൾ അവിടെ രാസോർജ്ജമാണ് കേട്ടോ, കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാകുന്നത്. പൂത്തിരി കത്തുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ ഏതെല്ലാം? പൂത്തിരി കത്തുമ്പോൾ ഓർത്തോണം അവിടെ കെമിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത്. ഈ പൂത്തിരി കത്തുമ്പോൾ അവിടെ എന്താ? ചൂടുണ്ടാകുന്നു, അതായത് ഹീറ്റ് എനർജി ഉണ്ടാകുന്നു, പ്രകാശം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പം ലൈറ്റ് ഉണ്ട്, സൗണ്ട് ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പം ശബ്ദോർജ്ജം. അപ്പം 3 അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പൂത്തിരി കത്തുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട് കേട്ടോ. അത് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ. കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എനർജി ചേഞ്ച് എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാകുന്നത്? പേപ്പർ ബേൺസ്, പേപ്പർ കത്തുമ്പോൾ എന്താ അവിടെ? പേപ്പർ ചൂട് കൊണ്ട് ലൈറ്റും ഉണ്ട്, സൗണ്ട് ഒന്നുമില്ല. പേപ്പർ കത്തുമ്പോൾ എന്താ? ഒരു സൗണ്ടും ഇല്ല. ക്യാൻഫർ കർപ്പൂരം കത്തുമ്പോഴും അതുപോലെ ആവും. നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ? ഒരു സൗണ്ടും ഇല്ല. അവിടെയും വെട്ടമുണ്ട്, എന്താ? ഹീറ്റ്, ചൂടുമുണ്ട് അല്ലേ? അടുത്ത ഫയർ ക്രാക്കേഴ്സ് ബേസ്റ്റ്, പടക്കം പൊട്ടുമ്പോഴോ? ഇത് 3 ഉണ്ടല്ലേ? ലൈറ്റും ഉണ്ട്, എന്താ? ഹീറ്റും ഉണ്ട്, സൗണ്ടും ഉണ്ട് കേട്ടോ. പടക്കം, കുക്കിംഗ് ഗ്യാസ് കത്തുമ്പോൾ എന്താണ്? ഹീറ്റും ഉണ്ട്, ലൈറ്റും ഉണ്ട്. അപ്പം പടക്കത്തിന് മാത്രമേ ഉള്ളൂ 3 ഉള്ള, ബാക്കിയുള്ള എല്ലാം ലൈറ്റും ഹീറ്റും മാത്രമേ ഉള്ളൂ. ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. 39, 40 ചേഞ്ച് ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ മാറ്റം. Which forms of energy is used by plants during photosynthesis? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്ത് ഊർജ്ജരൂപമാണ് ഉപയോഗിക്കുന്നത്? സോളാർ എനർജിയാണ്. എന്താ നിങ്ങളെ? സൗരോർജ്ജമാണ്. അവിടെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂര്യൻ ഒരു ചെടിയിലോട്ട് അടിച്ച് നിൽക്കുന്നത്. പ്രകാശ സംശ്ലേഷണം പകൽ സമയത്ത് ഇലകളിൽ ഉണ്ടാകുന്ന പ്രകാശ സംശ്ലേഷണം കേട്ടോ. ഈ സമയത്ത് എന്താണ്? സോളാർ എനർജി, സൗരോർജ്ജമാണ്. ദ ഫുഡ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ഫോട്ടോസിന്തസിസ്. ദ ഫുഡ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം ഏതാണ്? ഗ്ലൂക്കോസ് ആണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ എന്താണ് നിർമ്മിക്കുന്നത്? ഗ്ലൂക്കോസ്. ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ഗ്ലൂക്കോസിനകത്തിൽ ഏത് എനർജിയാണ് ഉണ്ടാകുന്നത്? കെമിക്കൽ എനർജിയാണ്. അതൊക്കെ ഒരു മാർക്കിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അടുത്ത എന്താണ് ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താണ്? ഫോട്ടോസിന്തസിസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് using water and carbon dioxide in the presence of sunlight with the help of chlorophyll. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് കുഞ്ഞുങ്ങളെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ കേട്ടോ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്താൽ ജലവും വെള്ളം കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ രണ്ടും ഉപയോഗിച്ചിട്ട് ഹരിതകത്തിന്റെ സഹായത്താൽ, ആരുടെ സഹായത്താലാ? ഹരിതകം, ക്ലോറോഫില്ല് കേട്ടോ. ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. 44 മിന്നാമിനുങ്ങിനികളെ കുറിച്ചാണ്. ഈ പ്രോസസ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലുള്ള പ്ലാന്റ്സിനകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. ഇത് പ്ലാന്റ്സുകളിൽ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ? ആനിമൽസിലും ഉണ്ടോ എന്ന് നോക്കാം. മിന്നാമിനുങ്ങിനെ നോക്കിയേ. ഫയർഫ്ലൈ. ഹാവിൻഡ് യു സീൻ ഫയർഫ്ലൈ ഗ്ലോവിങ് അറ്റ് നൈറ്റ്? സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദെയർ ബോഡീസ് പ്രൊഡ്യൂസ് ലൈറ്റ്. വെൻ എ ഫയർഫ്ലൈ ഗ്ലോസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ലൈറ്റ് എനർജി. രാത്രിയിൽ മിന്നാമിനുങ്ങൾ പ്രകാശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാ ചോദിച്ചേക്കുന്നത്. രാത്രിയിൽ മിന്നാമിനുങ്ങൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ചില കെമിക്കൽ കേട്ടോ, കെമിക്കൽ സബ്സ്റ്റൻസ്, ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ കെമിക്കൽ എനർജി ഉണ്ടല്ലോ, അത് ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നതുകൊണ്ടാണ് അവിടെ പ്രകാശം ഉണ്ടാകുന്നത്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പേരെന്താവും നിങ്ങളെ? എന്തൊക്കെയാ? ലൂസിഫറിൻ എന്നാണ് കേട്ടോ. ലൂസിഫർ എന്നല്ല, ലൂസിഫറിൻ കേട്ടോ. ഈ ലൂസിഫറിനും നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് അവിടെ പ്രകാശം ഉണ്ടാകുന്നത്, ലൈറ്റ്.
ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ എന്തുണ്ട്? ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിലെല്ലാം യാന്ത്രികോർജ്ജമുണ്ട്. ഒരു മാർക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് മെഷീൻസ് പാർട്ട് പ്രോസസ്സ് ഏത് എനർജിയാണ്? മെക്കാനിക്കൽ എനർജിയാണ്. വാട്ട് ആർ ദ എനർജി ചേഞ്ചസ് ദാറ്റ് ഒക്വയർ വെൻ എ മിക്സർ ഗ്രൈൻഡർ വർക്ക്? മിക്സി പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്തെല്ലാം? മിക്സി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈദ്യുതി കൊടുക്കണം. അതായത് ഇലക്ട്രിക്കൽ എനർജി വേണം അല്ലേ? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? മെക്കാനിക്കൽ എനർജിയും സൗണ്ട് എനർജിയും ഹീറ്റ് എനർജിയും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഹീറ്റ് എനർജി എങ്ങനെയാണ്? നമ്മൾ കുറച്ച് നേരം മിക്സി ഓൺ ആക്കിയിട്ടേ അതിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എന്താ ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കേട്ടോ. അപ്പോൾ വൈദ്യുതോർജ്ജമാണ്, കറണ്ട് വേണം അല്ലേ? അതിനെ എന്താ? യാന്ത്രികോർജ്ജം, ശബ്ദോർജ്ജം. മിക്സി ഓൺ ആക്കുമ്പോൾ സൗണ്ട് ഇല്ലേ? ഉണ്ട്. താപോർജ്ജം, ചൂടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇത് 3 അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതേലെ കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലോജിക്കായിട്ട് തന്നെ ചിന്തിക്കണം. കറണ്ട് ഉപയോഗിച്ചാണോ? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറുന്ന 4 ഉപകരണങ്ങളുടെ പേര് എഴുതാൻ. നെയിം 4 ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഏതൊക്കെയാണ് നിങ്ങളെ? ഫാന് കറണ്ട് വേണം, മിക്സർ ഗ്രൈൻഡർ, മോട്ടർ, ഗ്രൈൻഡർ, ഇതിനെല്ലാം എന്ത് വേണം? നമ്മൾ അത് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. വൈദ്യുതി, ഇലക്ട്രിക് എനർജി വേണം. വാട്ട് ഈസ് മീൻ ബൈ എനർജി ലോസസ്? ഈ ഊർജ്ജനഷ്ടം എന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എനർജി ലോസ് ആവും എന്ന് പറയുന്നത് എന്താവും നിങ്ങളെ? അൺയൂട്ടിലൈസ്ഡ് ഫോം ഓഫ് എനർജി ഈസ് കാൾഡ് എനർജി ലോസസ്. അൺയൂട്ടിലൈസ്ഡ് ഫോം ഓഫ് എനർജി ഈസ് കാൾഡ് എനർജി ലോസസ്. ഉപയോഗിക്കാതെ നഷ്ടപ്പെടുന്ന ഊർജ്ജ ഊർജ്ജനഷ്ടം എന്ന് പറയുന്നു. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ പ്രൊമോഷൻസ് ഓഫ് LED ബൾബ് ബൈ ദ ഇലക്ട്രിസിറ്റി ബോർഡ്? വൈദ്യുത ബോർഡ് നമ്മൾ LED ബൾബുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണം എന്താണ്? വൈദ്യുതി ബോർഡ്, നമ്മുടെ KCB ഉണ്ടല്ലോ, നമുക്ക് LED ഉപയോഗിക്കൂ, നിങ്ങളെല്ലാവരും LED ഉപയോഗിക്കൂ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? LED യൂസ് വെരി ലെസ് ഇലക്ട്രിസിറ്റി. LEDക്ക് എന്ന് വെച്ചാൽ എന്താ? വളരെ കുറച്ച് വൈദ്യുതി മതി. ജനറേറ്റ് വെരി ലെസ് ഹീറ്റ് എനർജി കേട്ടോ. അതുപോലെ വിച്ച് ഫോം ഓഫ് എനർജി ഹെൽപ്പ് us ടു സീ ഒബ്ജക്റ്റ്? വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഊർജ്ജം ഏതാ? വസ്തുക്കളെ കാണാൻ നമുക്ക് പ്രകാശം വേണം, ലൈറ്റ് എനർജി കേട്ടോ. ഏതെങ്കിലും വസ്തുക്കളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? ലൈറ്റ് എനർജി അല്ലെ പ്രകാശോർജ്ജം. give an ഇൻസ്റ്റൻസ് ഓഫ് വിച്ച് ലൈറ്റ് എനർജി ചേഞ്ചസ് ഇൻറ്റു കെമിക്കൽ എനർജി. പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്ന സന്ദർഭത്തെയാകും നിങ്ങളെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന്. അത് 1 മാർക്കിന്റെ പ്രധാനപ്പെട്ട കേട്ടോ. പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന സന്ദർഭത്തിനെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. 52 വൈദ്യുത ബൾബിന്റെ കുറെ പടം നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫിലമെന്റ് ഉള്ളതുണ്ട്, ഫിലമെന്റ് ബൾബ് ഉണ്ട്, CFL ഉണ്ട്, LED ബൾബ് ഉണ്ട്. എന്താ ഈ ഫിലമെന്റ് ബൾബ്? മോർ ഇലക്ട്രിസിറ്റി യൂസേജ് ജനറേറ്റ് മോർ ഹീറ്റ് എനർജി. വൈദ്യുതോപകരണം കൂടുതലാണ്, വൈദ്യുതോപയോഗം കൂടുതലാണ്, താപോർജ്ജവും വളരെ കൂടുതലുള്ളത് ആർക്കാ? ഫിലമെന്റ് ബൾബിനാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ അത്. മോർ ഇലക്ട്രിസിറ്റി യൂസേജ്, നമുക്ക് വൈദ്യുത ഉപയോഗം കൂടുതലാണ്. ജനറേറ്റ് മോർ ഹീറ്റ് എനർജി, താപോർജ്ജവും വളരെ കൂടുതലാണ് ആർക്കാ? ഫിലമെന്റ് ബൾബിന്. എന്നാൽ CFLന് ലെസ് ഇലക്ട്രിസിറ്റി യൂസേജ് ആണ്, ജനറേറ്റ് ലെസ് ഹീറ്റ് എനർജിയാണ്. വൈദ്യുതോപയോഗവും കുറവാണ്, താപോർജ്ജവും കുറവാണ്. എന്നാൽ LED ബൾബോ വെരി ലെസ് ഇലക്ട്രിസിറ്റി യൂസേജ്, വൈദ്യുതോപയോഗം വളരെ കുറവാണ് ഈ LED ബൾബിന് കേട്ടോ. അതുപോലെയോ ജനറേറ്റ് വെരി ലെസ് ഹീറ്റ് എനർജി, താപോർജ്ജവും വളരെ കുറവുള്ളത് LEDക്കാണ്. ഏതെല്ലാം ഊർജ്ജമാറ്റങ്ങളാണ് ഓരോ ഉപകരണത്തിനും പ്രയോജനപ്പെടുത്തുന്നത്? ഇവിടെ നോക്കൂ നിങ്ങളെ, അയൺ ബോക്സ് പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേപ്പ് പെട്ടിക്കാണെങ്കിൽ കറണ്ട് വേണം, ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജ്ജം, അതിനെ എന്താക്കുന്നു? ചൂടാക്കുന്നു, ഹീറ്റ് എനർജിയിലോട്ട് മാറ്റുന്നു. ബാറ്ററി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പിന്നെ വണ്ടിക്കകത്തിലും അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ TV എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെല്ലാം ബാറ്ററി അല്ലേ? ആ ബാറ്ററിക്ക് എന്ത് വേണം? രാസോർജ്ജം വേണം. ആ രാസോർജ്ജത്തെയാണ് ബാറ്ററി രാസോർജ്ജമാണ്, രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. സ്പീക്കർ പടം കൊടുത്തിട്ടുണ്ട്, നമ്മൾ പാട്ട് കേൾക്കുന്ന സ്പീക്കർ അല്ലേ? ലൗഡ് സ്പീക്കറിന് ഇലക്ട്രിക്കൽ എനർജിയാണ്, അതിനെ സൗണ്ട് എനർജി മാറ്റണം. ഗ്രോയിങ് ബൾബ് കത്തുന്നതോ കെമിക്കൽ എനർജിയാണ്. ആ ബൾബ് കെമിക്കൽ എനർജി എന്ന് വെച്ചാൽ ബാറ്ററി വേണം അല്ലേ? നമ്മുടെ പടം കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. ബാറ്ററിയിൽ നിന്നും അത് ഇലക്ട്രിക് എനർജി ആക്കുന്നു, ഇലക്ട്രിക് എനർജി നിന്നുമാണ് ലൈറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണിത് കേട്ടോ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. 53 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പോൾ നോക്കിയോ നിങ്ങളെ. എക്സർസൈസിനകത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഫില്ല് ചെയ്തിട്ടുണ്ട്. എഴുതാത്തവർ ഇതങ്ങ് എഴുതിയെടുക്കണേ.
അതായത് ജലമോട്ടർ പ്രവർത്തിക്കുന്നത് എന്താണ്, ജലത്തിൻ്റെ മോട്ടർ വേണമെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, സൗണ്ട് എനർജി ഇതുണ്ട്. അത് ഈ 3 എണ്ണത്തിനും ഇത് തന്നെ. ഫാൻ വർക്ക് ചെയ്യുന്നതിനും മിക്സി പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഇതാണ്. ഇവിടെ ഏത് എനർജിയാണെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം മെക്കാനിക്കൽ എനർജിയാണ്. ഇവിടെ ഏതാ ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ഓഡ് 1. ഇതിനകത്തിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, സ്ട്രിങ് ഓഫ് കൈറ്റ് ബ്രേക്സ് എന്നാണ് കേട്ടോ. പട്ടത്തിൻ്റെ ചരട് പൊട്ടുന്നോ എന്നുള്ളതാണ്. എന്താ വെച്ചാൽ നമ്മൾ ലെങ്ത് ആവുന്നു, ഒരുപാട് ഇതാവുന്നു കുഞ്ഞുങ്ങളെ. നമ്മുടെ ഇത് 4 പടക്കം പൊട്ടുന്നു, പിന്നെ കുപ്പി പൊട്ടുന്നു, പിന്നെ പട്ടത്തിൻ്റെ ചരട് പൊട്ടുന്നു, വൈദ്യുത കമ്പി പൊട്ടുന്നു. ഇതെല്ലാം എന്താണ്, ഇത് കൂട്ടത്തിൽ പെടാത്തത് നമ്മുടെ പട്ടം അല്ലേ, പട്ടത്തിൻ്റെ ചരട് പൊട്ടുന്നു എന്നുള്ള കൂട്ടത്തിൽ പെടാത്തത്. പിന്നെ ഇവിടെ കുറേ ചേഞ്ചും അത് ഏത് ചേഞ്ച് ആണെന്നും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കർപ്പൂരം കത്തുന്നത് കെമിക്കലാണ്. ചെമ്പുപാത്രം ക്ലാവ് പിടിക്കുന്നത് കെമിക്കലാണ്. വിറക് കീറുന്നത് ഭൗതികമാണ്. എന്ന് വെച്ചാൽ എന്താ, വിറവ് കീറിയെന്ന് വെച്ചാൽ വിറവ് അത് തന്നെയല്ലേ. ദോശമാവ് പുളിക്കുന്നത് അത് കെമിക്കലാണ്, വേറൊരു വസ്തുവായി. ടാർ ഉരുകുന്നത് അത് കെമിക്കൽ, വേറൊരു വസ്തുവായി, കെമിക്കലാണ്. ടവലിൽ ജലം വലിച്ചെടുക്കുന്നത്, ടവലിനകത്തുനിന്ന് ജലം വലിച്ചെടുക്കുന്നത് അത് ഫിസിക്കലാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്, പഞ്ചസാര എത്ര വെള്ളത്തിൽ ഇട്ടാലും അത് പഞ്ചസാര ലൈനി തന്നെയാണ്, ഫിസിക്കലാണ്. മത്സ്യം കേടുവന്ന്, മീൻ കേടാകുന്നത് കെമിക്കലാണ്, വേറൊരു വസ്തുവായിട്ട് മാറി അല്ലേ, പന്നലായി. ഗ്രീൻ ലീവ്സ് ടേണിങ് യെല്ലോ, പച്ചില പഴുത്ത് മഞ്ഞ നിറമാകുന്നത് അതും ഫിസിക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് ടെസ്റ്റിൽ എഴുതണം. ഞാൻ പറഞ്ഞത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതണം, മലയാളം മീഡിയക്കാർക്ക് ദണ്ട് ഇത് എഴുതണം കേട്ടോ. ഓക്കെ ആണോ? അതിൻ്റെ തൊട്ട് താഴെയും കൊടുത്തിട്ടുണ്ട്, വൈദ്യോർജ്ജം വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്ന്. അതാണ്ട് ചുരുക്കി എഴുതിയിരിക്കുക കേട്ടോ, അങ്ങ് എഴുതണേ നിങ്ങൾ കേട്ടോ. ഉണ്ട്, ഓക്കെ ആണോ? അതിൻ്റെ ഒരു ചോദ്യവും കൂടെ ഉണ്ട്. അതാണ്ട് ആൾ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ബൈ ഒബ്സർവിങ് ഹീറ്റ്, അതായത് താപം സ്വീകരിച്ച് നടക്കുന്ന മാറ്റങ്ങളെല്ലാം രാസമാറ്റങ്ങളാണ്. ഈ പ്രസ്താവന ശരിയാണോ? യെസ്, ശരിയാണ് കേട്ടോ. കെമിക്കൽ ചേഞ്ച് ആർ അക്കമ്പനീഡ് ബൈ ദ ഫോർമേഷൻ ന്യൂ സബ്സ്റ്റൻസ്. മലയാളം മീഡിയം. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് ആകെ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ കിട്ടുന്നുള്ളൂ. ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി എത്ര പേപ്പറിലാണ് നിങ്ങൾ കണ്ടായിരുന്നോ എഴുതി, എന്തും വേണ്ടി പേപ്പറിൽ എഴുതിയതെന്നറിയോ കേട്ടോ. അതായത് ഒരു പേജ് എഴുതി അടുത്ത പേജ് നമുക്ക് എഴുതാൻ പോലും പറ്റില്ല. കാരണം ഈ പേനയുടെ ഇത് പതിയുന്നത് കൊണ്ടേ നിങ്ങൾക്കത് കാണുമ്പം മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി ഓരോ പേപ്പറിൻ്റെയും നമ്മൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. അത് പോട്ടെ നിങ്ങൾ. അപ്പോൾ ഇത്രയും ഉപകാരം നിങ്ങൾ എനിക്ക് വേണ്ടിയും ചെയ്യാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.